ഇന്ന് നമ്മൾ മത്തായിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ് ധ്യാനിക്കുന്നത്. ഇവിടെ നാം ഒരു മനുഷ്യനെ കാണുന്നു. ദൈവഭക്തിയുള്ള മനുഷ്യനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, നിത്യതയെക്കുറിച്ച് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഈശോൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, നിത്യതയിൽ പ്രവേശിക്കാൻ എന്ത് നന്മയാണ് ഞാൻ പ്രവർത്തിക്കേണ്ടത്? ഈശോൻ്റെ മറുപടി ഇങ്ങനെയാണ്, നല്ലതിനെക്കുറിച്ച് അല്ലെങ്കിൽ നന്മയെക്കുറിച്ച് നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുവൻ മാത്രം, നല്ലവൻ ഒരുവൻ മാത്രം. അപ്പം ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നന്മ ഒരു പ്രവൃത്തിയല്ല, മറിച്ച് നന്മയാകുന്ന വ്യക്തി, ആ ഒരു വ്യക്തി ആരെല്ലാം ആ വ്യക്തിയോട് ബന്ധം പുലർത്തുന്നു, ആ ബന്ധത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതെല്ലാം നന്മയാകുന്നു. ആ ബന്ധത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് ഈശോ ഇവിടെ നന്മയെ കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നന്മ ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു വ്യക്തിയോട്, നന്മയാകുന്ന ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് നല്ല കാര്യങ്ങൾ പ്രവൃത്തികളായിട്ട് വരുന്നത്. അപ്പം ഈശോ ഇവിടെ പറയുന്നുണ്ട്, പ്രമാണങ്ങളാണ് അനുസരിക്കേണ്ടത്. ഈ പേഴ്സണ് പ്രമാണങ്ങളെല്ലാം അറിയാം, എങ്കിലും പുതിയ പ്രമാണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നിത്യതയിലേക്ക് പ്രവേശിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് വീണ്ടും ചോദിക്കുന്നു, ഏതെല്ലാം? അപ്പം ഈശോ ഓരോന്നോരോന്നായി പറയുന്നുണ്ട്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പം ഈ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ മനുഷ്യനൊരു യുവാവാണ്. അപ്പം വീണ്ടും അവിടെ വചനത്തിൽ കാണുന്ന ആ യുവാവ് ഈശോനോട് വീണ്ടും ചോദിക്കുന്നു, ചെറുപ്പം മുതലേ ഞാനിതെല്ലാം അനുഷ്ഠിക്കുന്നുണ്ടല്ലോ. അപ്പം ദൈവത്തോട് അടുത്ത് ചേരാൻ ഈ ഒരു യുവാവ് പരിശ്രമിക്കുമ്പം ദൈവം അതിനുള്ള ഉത്തരം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അവസാനം ഈശോ എങ്ങനെയാണ് പറയുന്നത്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പം എന്താണ്, നിനക്ക് നിത്യതയിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവുമെന്ന് പറയുന്നു. ഇത് കേട്ടപ്പം ആ ഒരു യുവാവിന് വളരെ സങ്കടത്തോടെ തിരിച്ചു പോകുന്നു. പ്രിയരെ, പലപ്പോഴും നമ്മൾ ഇതുപോലെ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ ചിലതെല്ലാം വിടാനായിട്ട് ദൈവം പറയുമ്പോഴേക്കും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് വിടാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ അവസാന ഭാഗത്ത് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമുക്ക് അസാധ്യമായിട്ടുള്ള നമ്മളുടെ തിന്മകൾ മാറ്റുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പല തടസ്സങ്ങളായിരിക്കാം. നമുക്കാണ് തടസ്സം, നമുക്കാണ് അത് അസാധ്യം. പക്ഷെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും എല്ലാം സാധ്യമാണ്. നമ്മൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില